ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു വീഡിയോ എന്നെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയായി. ഗോപിനാഥ് മുതുകാടും ഷിഹാബ് അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ആദ്യം ഏതൊരു മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയാണെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യം യൂട്യൂബിൽ റെക്കമെൻഡേഷൻ വന്നപ്പോൾ ഞാൻ ആ സംഭവം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അങ്ങനെ ആ വീഡിയോൻ്റെ റെക്കമെൻഡേഷനായിട്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ വന്നു, ഷിഹാബിൻ്റെ വീഡിയോ, അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയായി. സോ ഇത് ശരിയാണോ, അതായത് ഈ സംഭവം ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് പ്രോപ്പർലി ഇതിനെപ്പറ്റി പ്രോപ്പർ നോളജും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു സംഭവം കേട്ട സമയത്ത് ഉണ്ടായ ഒരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗോപിനാഥ് മുതുകാട് അവരെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻസ് മോട്ടിവേഷൻ വീഡിയോസായിട്ടും ഒരുപാട് വീഡിയോസായിട്ടും നമുക്കിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സ്നേഹവും അദ്ദേഹത്തിൻ്റെ വിനയവും അദ്ദേഹത്തിൻ്റെ ചിരിയും കാര്യങ്ങളൊക്കെ നമ്മളിൽ തരുന്ന ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ആ ഒരു പേഴ്സണെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് ആദ്യത്തെ ഇത് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നു. സീക്രട്ട് ഏജൻറ്റ് മൂന്നോ നാലോ വീഡിയോ ഇട്ടും ഈ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞിട്ടുള്ള പെർസ്പെക്റ്റീവിൽ ഷിഹാബ് പറയുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ ആ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പം ഗോപിനാഥ് മുതുകാടിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ട്. മീൻസ് വീഡിയോയിൽ ഈ പൈസേൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ എല്ലാ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വീഡിയോയിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഔദാര്യം എന്നുള്ള വേർഡും അങ്ങനത്തെ വേർഡൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട്. മീൻസ് നമ്മൾ അത്രത്തോളം അത്രത്തോളം ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിച്ച ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പം ഉണ്ടാകുന്നൊരു പ്രോപ്പർ വിഷമം. അപ്പം ആ സംഭവം കണ്ടപ്പം ഉള്ളൊരു വിഷമം മീൻസ് ഒരു കോമൺ മലയാളി എന്നുള്ള രീതിയിൽ തോന്നിയൊരു കാര്യമാണ് ഞാൻ പങ്കിട്ടെ. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തായിട്ടൊന്നും അറിയില്ല. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ആരെയും നമുക്ക് മീൻസ് റിയൽ ലൈഫും വേറെ എന്നുള്ള രീതിയിൽ തന്നെ, അതായത് റിയൽ ലൈഫ് വേറെ, റിയൽ ലൈഫ് വേറെ, നമ്മൾ വീഡിയോയുടെ മുന്നിൽ കാണുന്ന വേറൊരു രൂപം, പുറത്ത് വേറൊരു രൂപം എന്നുള്ള രീതിയിലൊക്കെയാണ് പലരുടെയും പോകുന്നത്. ഇത് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ഇനിയിപ്പം ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞു വരണം. നമുക്ക് ആരെയും അവിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. ഇപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം, ആര് പറയുന്നത് വിശ്വസിക്കേണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ സംഭവം കേട്ടപ്പോൾ ഉള്ളൊരു വിഷമം അത് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇതിപ്പം ഒരു പ്രോപ്പർ കേസായിട്ടൊക്കെ പോവോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അവരങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർ പറയുന്നു. മീൻസ് ഇതൊരു പ്രോപ്പർ കേസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.